വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പശ്ചാത്താപം, ദൈവത്തിന്റെ കരുണ, ഭാവിയിലെ പുനർസ്ഥാപനം എന്നീ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു. പശ്ചാത്താപത്തിലേക്കുള്ള വിളി പ്രവാചകനിലൂടെ യഹോവ ജനത്തോട് അറിയിക്കുന്നു. അതുകൊണ്ട് നീ അവരോട് പറയുക, സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, എന്റെ സന്നിധിയിലേക്ക് മടങ്ങിവരുവിൻ, അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങിവരും. സക്കറിയ 1-ാം അധ്യായം 3-ാം തിരുവചനം. പ്രവാചകൻ ചുവപ്പ്, കറുപ്പ്, വെള്ള, ചാരനിറത്തിലുള്ള കുതിരകളെ ദർശനത്തിൽ കാണുന്നു. ഇവ ഭൂമിയിൽ സമാധാനം നിലനിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. യഹോവ ജെറുസലേമിനോടും സിയോനിനോടും വീണ്ടും കരുണ കാണിക്കും. ദേവാലയം പുനർനിർമ്മിക്കപ്പെടും. കൊമ്പുകളുടെയും കരകൗശലക്കാരുടെയും ദർശനങ്ങളിലൂടെ വിവരിക്കുന്നു. 4 കൊമ്പുകൾ, യഹൂദ, ഇസ്രായേൽ, ജെറുസലേം എന്നിവയെ ചിതറിച്ച ശത്രുക്കൾ. 4 കരകൗശലക്കാർ, ആ കൊമ്പുകളെ തകർക്കാൻ ദൈവം ഉയർത്തുന്ന ശക്തികൾ. ദൈവം തന്റെ ജനത്തെ രക്ഷിക്കും, ശത്രുക്കൾക്ക് ശിക്ഷ ലഭിക്കും എന്ന സന്ദേശമാണ് ഇവിടെ കാണുന്നത്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം ജെറുസലേമിന്റെ ഭാവി മഹത്വം, ദൈവത്തിന്റെ സംരക്ഷണം, പ്രവാസത്തിൽ നിന്നുള്ള ജനങ്ങളുടെ തിരിച്ചുവരവ്, ദൈവരാജ്യത്തിന്റെ വ്യാപ്തി എന്നിവയെക്കുറിച്ചാണ്. യഹോവ തന്നെയാണ് യെരുസലേമിന്റെ മതിലും മഹത്വവും. ഭാവിയിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് അവന്റെ ജനമാകും. അളവുകോൽ കൈവശമുള്ള ഒരു മനുഷ്യനെ ദർശനത്തിൽ കാണുന്നു. അവൻ ജെറുസലേമിനെ അളക്കാൻ പോകുന്നു. ദൈവം പറയുന്നു, ജെറുസലേം മതിലുകളില്ലാത്ത നഗരമായിരിക്കും, ജനങ്ങളും മൃഗങ്ങളും നിറഞ്ഞു കവിഞ്ഞിരിക്കും. യഹോവ തന്നെയാണ് ജെറുസലേമിന്റെ ചുറ്റുമുള്ള അഗ്നിമതിൽ, നഗരത്തിനുള്ളിൽ മഹത്വം. യഹോവ ജനത്തോട് പറയുന്നു, വടക്കു നിന്നും ബാബിലോണിൽ നിന്നുമുള്ള പ്രവാസത്തിൽ നിന്ന് പുറപ്പെടുവിൻ. ദൈവം തന്റെ ജനത്തെ സ്പർശിക്കുന്നവരെ ശിക്ഷിക്കും. നിങ്ങളെ കവർച്ച ചെയ്ത ജനതകളുടെ അടുത്തേക്ക് അവിടുത്തെ മഹത്വം എന്നെ അയച്ചു. നിങ്ങളെ സ്പർശിക്കുന്നവൻ അവിടുത്തെ കൃഷ്ണമണിയെയാണ് സ്പർശിക്കുന്നത്. സൈന്യങ്ങളുടെ കർത്താവായ അവിടുന്ന് അരുളിച്ചെയ്യുന്നു. സക്കറിയ 2-ാം അധ്യായം 8-ാം തിരുവചനം. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.